കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് 3-on-3 ആണ്. അതായത് വയനാടും പാലക്കാടും നിലനിർത്തുക, ചേലക്കര കൂടി പിടിക്കുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം KPCC പ്രസിഡന്റ് കെ സുധാകരനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നീട് മറ്റ് നേതാക്കളൊക്കെ അത് എടുത്തു പറഞ്ഞിരുന്നത് ചേലക്കര ഇത്തവണ പിടിക്കും എന്നതാണ്, 3-3 നേടും എന്നതാണ്. പക്ഷേ ആ ചേലക്കരയിൽ ആ അവകാശവാദം അനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ധാരാളമുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്നത്. സർക്കാരിനെതിരായ ADM നവീൻ ബാബുവിന്റെ വിഷയമടക്കം ചേലക്കരയിൽ ചർച്ചയാകും എന്നതാണ് കോൺഗ്രസ് പറഞ്ഞത്. അത് ചർച്ചയാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും വിഷയങ്ങൾ, സർക്കാരിനെതിരായ പെൻഷൻ അടക്കമുള്ള പലവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന 35 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ചേലക്കര വീണ്ടും UR പ്രദീപിനൊപ്പം നിൽക്കുമ്പോൾ അത് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് 39,000-ലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 3-1 ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. അത് നേട്ടമായി അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ കോൺഗ്രസ് ഒരു വിജയം നേടാൻ ഉള്ള എല്ലാ സാഹചര്യവും അവർക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം അവർക്ക് മുതലാക്കാമായിരുന്നു.